ഈ ക്വസ്റ്റ്യൻ നോക്കാം. The threshold frequency for a certain metal is 3.3 into 10 raised to 14 hertz. If the light of frequency 8.2 into 10 raised to 14 hertz is incident on the metal, predict the cutoff voltage for the photoelectric emission. നമ്മൾ ആദ്യം തന്നെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാം. EV0 ഈക്വൽ ടു ഹാഫ് mv², അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ടു h mu മൈനസ് φ0. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? നമുക്കതിൽ എല്ലാം വേണ്ട, നമുക്ക് EV0 ഈക്വൽ ടു h mu മൈനസ് φ0 എന്ന് എഴുതാമല്ലോ. കൈനറ്റിക് എനർജി ഇവിടെ ചോദിച്ചിട്ടില്ല, ഞാനത് എഴുതുന്നില്ല. EV0 ഈസ് ഈക്വൽ ടു h mu മൈനസ് φ0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ശരിയല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? V0 ആണ് വേണ്ടത്. V0 കട്ട് ഓഫ് വോൾട്ടേജ് അല്ലേ വേണ്ടത്? പ്രെഡിക്റ്റ് ദ കട്ട് ഓഫ് വോൾട്ടേജ്. അപ്പോൾ V0 കട്ട് ഓഫ് വോൾട്ടേജ് കാണണമെങ്കിൽ ഈ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ? ഈ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ h mu മൈനസ് φ0 ഡിവൈഡഡ് ബൈ E എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എല്ലാം തന്നിട്ടുണ്ടോ? h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അതറിയാം, മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ അതറിയാം, φ0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫങ്ഷനാണ്. വർക്ക് ഫങ്ഷൻ ഇവിടെ തന്നിട്ടില്ല, വർക്ക് ഫങ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വർക്ക് ഫങ്ഷൻ കാണാനായിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? വർക്ക് ഫങ്ഷൻ കാണാനായിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, φ0 ഈക്വൽ ടു h mu0. ഇങ്ങനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. μ0 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ φ0 തരാത്തത് കൊണ്ട് നമുക്ക് φ0ന് പകരം h mu0 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ E. നമുക്കിനി h കോമൺ ആയിട്ട് എടുക്കാം. ന്യൂമറേറ്ററിൽ നിന്ന് h കോമൺ ആയിട്ട് എടുക്കാം. h ഇൻറ്റു മ്യൂ മൈനസ് μ0 ഡിവൈഡഡ് ബൈ E എന്ന് കിട്ടും. ഇനി നമ്മൾ ഓരോ വാല്യൂസും ഇട്ട് കൊടുക്കുക. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 6.63 ഇൻറ്റു 10 റേയ്സ് ടു മൈനസ് 34. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്, 8.2 ഇൻറ്റു 10 റേയ്സ് ടു 14. 8.2 ഇൻറ്റു 10 റേയ്സ് ടു 14 മൈനസ് μ0 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി, മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺ. കട്ട് ഓഫ് ഫ്രീക്വൻസി അഥവാ ത്രെഷോൾഡ് ഫ്രീക്വൻസി 3.3 ഇൻറ്റു 10 റേയ്സ് ടു 14 ഡിവൈഡഡ് ബൈ E ആണ്. ഈയുടെ വാല്യൂ അറിയാമല്ലോ, 1.6 ഇൻറ്റു 10 റേയ്സ് ടു മൈനസ് 19. അപ്പോൾ ഇതെന്ത് വരും? ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടിയും പറയുന്നുള്ളൂ, ഞാനിതിൻ്റെ ഫുൾ കാൽക്കുലേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു സ്റ്റെപ്പും കൂടിയും പറഞ്ഞുതരാം. ഇത് ചെയ്തു വരുമ്പോൾ 6.63 ഇൻറ്റു 10 റേയ്സ് ടു മൈനസ് 34 ഇൻറ്റു ഇത് രണ്ടും മൈനസ് ചെയ്യാൻ പറ്റുമല്ലോ. രണ്ടിലും 10 റേയ്സ് ടു 14 കോമൺ ആയിട്ട് എടുക്കാം. ഈ രണ്ട് ടേംസിലും 10 റേയ്സ് ടു 14 കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഈ നമ്പറുകൾ മൈനസ് ചെയ്താൽ പോരെ അല്ലേ? 8.2 മൈനസ് 3.3, 10 റേയ്സ് ടു 14 കോമൺ ആയിട്ട് എടുത്തിട്ട് 8.2 മൈനസ് 3.3 വരും ബ്രാക്കറ്റിനുള്ളിൽ. അത് ചെയ്യാനറിയാലോ. ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10 റേയ്സ് ടു മൈനസ് 19. ഇനിയുള്ള കാൽക്കുലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫൈനൽ ആൻസർ എഴുതാം. ഫൈനൽ ആൻസർ ഈസ് 2.03. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് എഴുതുന്നത്. 2.03 വോൾട്ടാണ് ആൻസർ വരുന്നത്.